ഗുഡ് മോർണിംഗ്. താങ്ക്സ് അപ്പയ. അപ്പൊ ഞങ്ങള് നല്ല മഴയത്ത് സ്റ്റീവിനെ പ്ലേ സ്കൂളിൽ കൊണ്ടാക്കാൻ പോവാണ് കേട്ടാ. റെയിൻകോട്ട് ഇട്ട് കാറിലിരിക്കുന്ന സ്റ്റീവ്. സ്റ്റീവിന് ഭയങ്കര ആഗ്രഹം. നല്ല മഴയാണ്, നല്ല മഴക്കാലം ശരിക്കും തുടങ്ങിയ പോലെ. ഇത്രയും ദിവസം തുടങ്ങി അല്ല, ഇത്രയും ദിവസം മഴ കുറവായിരുന്നു. വല്ലപ്പോഴൊക്കെ പെയ്യും, ചെറിയൊരു പൊടിച്ചിൽ മാത്രമേ ഉണ്ടായിരുന്നു. 2 ദിവസമായിട്ട് ഫുൾ ടൈം മഴ. ആ ഒരു മഴയുടെ അന്തരീക്ഷം നല്ലതാണ്. പക്ഷെ എന്നാലും കുറച്ചൊക്കെ വെയിലൊക്കെ വേണം അല്ലേ? എന്റെ കോഴിക്കോടിന്റെ പണികൾ തീർക്കാൻ പറ്റിയില്ല, അതാണ് ഇതിന്റെ ഏറ്റവും വലിയൊരു. അത് തന്നെ, മഴ വരുമ്പോ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാവും. ആരെ കുർബാനിക്കണേ? ചേട്ടന് ഭയങ്കര ചേഞ്ച് വന്നു കേട്ടാ. ഞാൻ പറയുന്നു ചേഞ്ച് വന്നു. ഞാൻ ആൾക്കാരോട് പറയട്ടെ, സാറിന് ഞാൻ കണ്ടിട്ട് വെയിറ്റ് ലോസ് സംഭവിച്ചു എന്ന് നിങ്ങൾ പറയണം. എന്തിനു പറയണം? വെയിറ്റ് ലോസ് സംഭവിച്ചു എന്തിനാ അവര് പറയണം? എന്നാലും അറിയണല്ലോ, നമ്മള് വെയിറ്റ് ഒക്കെ കാണിച്ചതല്ലേ. സംഭവിച്ചോന്ന് അവര് സംഭവിച്ചോ? സംഭവിച്ചു എന്ന് നിങ്ങൾ പറയണമെന്ന് ചോയല്ല, ചോയാണ് ഉദ്ദേശിച്ചത്. ചേട്ടൻ എന്താ പറയാൻ വന്നല്ലോ? ഞാൻ പറയാൻ വന്നേ, ഇന്ന് നമ്മുടെ വീടിന്റെ മുന്നിലേക്കണ മാവുണ്ടല്ലോ. ഒരു മിനിറ്റ്, ഇങ്ങോട്ട് തിരിച്ചു പിടിക്കട്ടെ. ആ മാവിന്റെ കൊമ്പ് മറ്റേ ഇലക്ട്രിസിറ്റിയുടെ KCBയുടെ ലൈനിന്റെ മുകളിൽ കണ്ടിടണം. അപ്പൊ തൂപ്പ് വെട്ടാൻ വന്നപ്പോ അവര് പറഞ്ഞു അവർക്ക് അത് വെട്ടാൻ പറ്റില്ല, കാരണം ഹൈറ്റിലാണ്. അപ്പൊ അളിയൻ വന്നിട്ടുണ്ടല്ലോ. അപ്പൊ എന്തായാലും അത് വെട്ടിക്കാനൊക്കെ പ്ലാൻ ചെയ്ത് 2 പേരെ വെട്ടണവരെ ഏൽപ്പിച്ചിട്ടുണ്ടായി. KCBയിലൊക്കെ പറഞ്ഞ് ഇന്ന് ആ ലൈനൊക്കെ കട്ട് ചെയ്യാം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ ഒടുക്കത്തെ മഴയും മരം വെട്ടണം ആ നേരം. ഇപ്പൊ KCBയിലൊക്കെ നമ്മൾ ആപ്ലിക്കേഷൻ കൊടുത്തില്ല, കഴിഞ്ഞപ്പോ മരം വെട്ടണം പറയണത് ഞങ്ങൾക്ക് ഇപ്പൊ വരാൻ പറ്റില്ല. KCBയില് കൊറേ ക്വസ്റ്റ്യൻ ഇന്നലെ അളിയൻ കുറെ രാവിലെ വൈകുന്നേരം വരെ വിളിച്ചിട്ടാണ് ഇന്ന് ലൈൻ കട്ട് ചെയ്യാന്നുള്ള ഒരു ഇതിലേക്ക് ആയത്. ആപ്ലിക്കേഷൻ ഒക്കെ കൊടുത്തിട്ടും ഇന്ന് അങ്ങനെ ആയത്. അപ്പൊ അതും മുടങ്ങി. ഇനി വേറൊരു ദിവസത്തേക്ക് അത് എക്സ്റ്റെൻഡ് ചെയ്യേണ്ടി വന്നു. പുഴയ്ക്ക് നിറഞ്ഞു കവിയാണ്. ഗ്ലാസ് സാധനം സ്ലോ ആവോ വണ്ടി? ഓ, പുഴ നിറഞ്ഞൂടാ. കണ്ട വെള്ളം? നീ കണ്ടില്ലല്ലോ. മനസ്സിലാവില്ല. ആൾക്ക് ഭയങ്കര ഇഷ്ടമാണ് സ്കൂളിൽ പോകാൻ. എന്താണാവോ, സീനിയർ ആയിട്ടാണോ അല്ല കഴിഞ്ഞ വർഷം പോയതാണല്ലോ. അപ്പൊ പരിചയമായി, അതുകൊണ്ടാണ് എന്തോ ആൾക്ക് ഇഷ്ടമാണ്. ദൈവമേ മാറല്ലേ, ഞാനങ്ങനെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ആക്ച്വലി ഇന്നലത്തെ ദിവസം തുടങ്ങി ഇന്ന് രാവിലെ ഇത്ര നേരം വരെ അതിന്റെ ഒരു ടെൻഷനൊന്നുമില്ല. അളിയനുള്ളണെങ്കിൽ ടെൻഷൻ ഇല്ല, കാരണം പക്ഷെ അവര് നമ്മളിങ്ങനെ കുറേ പ്രാവശ്യം മേടിച്ചു. നിങ്ങളൊന്നും ഒരിക്കലും അങ്ങനത്തെ ആൾക്കാരായി മാറുന്നില്ല. ഇപ്പൊ വളർന്നു വരുന്ന KCBക്കാരായാലും വളർന്നു വരുന്ന മരമിട്ടുകാരായാലും നിങ്ങളോട് പറഞ്ഞു, മരമിട്ടുകാരല്ല ഏത് പണിക്കാരനായാലും. ഒരു മിനിറ്റ് കേട്ടാ, കൊച്ചിനെ നോക്കട്ടെ. ആ കണ്ടു കേട്ടാ. ജമ്പ് ചെയ്തു. കണ്ടു കണ്ടു കണ്ടു. പറഞ്ഞോ. നമ്മൾ ഒരാളോട് ഒരു ജോലിയുടെ ഒരു കോൺട്രാക്ട് എടുത്തിട്ടുണ്ടെങ്കിൽ അത് ആ ടൈം അത് കറക്റ്റ് ആയിരിക്കണം. നമുക്ക് അതിൽ എന്തെങ്കിലും നഷ്ടം വന്നാൽ പോലും നമ്മുടെ സൈഡിൽ നിന്നുള്ള പ്രശ്നമാണെന്നുണ്ടെങ്കിൽ നമ്മളത് ചെയ്യണം. അതാണ് അതിന്റെ ഉത്തരവാദിത്വം എന്ന് പറയുന്നത്. അല്ലാണ്ട് ഞാൻ കോൺട്രാക്ട് എടുത്തപ്പോ ഇത്ര രൂപയായിരുന്നു, കോൺട്രാക്ട് എടുത്ത് കഴിഞ്ഞപ്പോ 10 രൂപ കൂടി, അതുകൊണ്ട് 10 രൂപ കൂടിയാലേ ഞാൻ ചെയ്യുള്ളൂ, അങ്ങനെയല്ല. നമുക്ക് നമ്മളെ കൊണ്ട് പറ്റുന്നതാണെന്നുണ്ടെങ്കിൽ നമ്മൾ ചെയ്യണം. അതാണ് നമ്മുടെ ഉത്തരവാദിത്തം. ഞാനൊക്കെ അങ്ങനെയുണ്ടാവും. നമ്മൾ പലപ്പോഴും നീ കണ്ടിട്ടില്ലേ, എന്തെങ്കിലും കാര്യം നമ്മൾ ആരെയും ഏറ്റിട്ടുണ്ടെങ്കിൽ അത് അതിന്റെ മാക്സിമത്തില് നമ്മൾ അവർക്ക് അപ്പോഴാണ് നമുക്കൊരു സന്തോഷം. മഴയൊക്കെ ആയതുകൊണ്ട് അന്നവര് ഏറ്റെടുക്കരുതായിരുന്നു. മഴ ഓക്കെ, മഴ അതൊരു പ്രശ്നമാണ്. അതിപ്പോ അവര് നമുക്ക് അറിയണ കാര്യമല്ല. പക്ഷെ ഞാൻ മഴയ്ക്ക് മുമ്പ് പറഞ്ഞല്ലോ ഇന്ന് എനിക്ക് വരാൻ പറ്റില്ല. അതായത് നമ്മളെല്ലാ കാര്യങ്ങളും എല്ലാം സെറ്റ് ചെയ്ത് ഇവിടെ വെയിറ്റ് ചെയ്തിരിക്കുമ്പോ പറയണ എനിക്ക് ഇന്ന് വരാൻ പറ്റില്ല, ഞാൻ 2 ദിവസം കഴിഞ്ഞിട്ട് വേണമെങ്കിൽ വരാം. പിന്നെ നമ്മള് പിന്നെ വേറെ പണി കിട്ടിയിട്ടുണ്ടാവും. അതിനെ പറഞ്ഞ അങ്ങനെ ഒരിക്കലും ചെയ്യും. നമുക്ക് വേറെ പണിയായാലും കൂടുതൽ പൈസക്ക് കിട്ടിയപ്പോ ഞാൻ അങ്ങോട്ട് പോവാണെന്നുള്ള രീതിയിൽ അത് ശരിക്കും പറഞ്ഞാൽ ഭയങ്കര റോങ്ങാണ്. എനിക്ക് ഇഷ്ടമല്ല സത്യം പറഞ്ഞ. അപ്പൊ നമ്മുടെ വീഡിയോ കാണുന്ന ആരും അങ്ങനെ ആവരുത്. എല്ലാരും അങ്ങനെ ആവുന്നൊരു അഭ്യർത്ഥനയുണ്ട്. നമ്മുടെ വീഡിയോ കണ്ടോണ്ടെങ്കിൽ ചിലവരൊക്കെ ഉണ്ടാവും അങ്ങനെ. മനുഷ്യരല്ലേ ചേട്ടാ? മനുഷ്യരാണ്, പക്ഷെ മനുഷ്യനായിട്ട് ജീവിക്കണം.
മനുഷ്യരായിട്ട് ചെകുത്താനെ പോലെ ജീവിക്കരുത്. ചെകുത്താനെ പോലെയല്ലോ, മനുഷ്യനായിട്ട് മൃഗത്തെ പോലെ ജീവിക്കരുത്. അപ്പൊ അങ്ങനെ ഞങ്ങള് സ്റ്റീവിന്റെ പ്ലേ സ്കൂളിലേക്ക് ചെടി വളച്ച് എത്താൻ പറ്റില്ല. എവിടെ ഫ്രണ്ടിലാ? ഞാൻ എടുത്തു തരാം. റെയിൻകോട്ട് ഇട്ട് പോവാണ്. റെയിൻകോട്ട് കിടക്കാൻ എന്തെങ്കിലും ഇഷ്ടം അറിയോ? അങ്ങനെ സ്റ്റീവിന് സന്തോഷായി മഴ നനഞ്ഞ് റെയിൻകോട്ടിൽ പോയപ്പോ. സ്റ്റീവിന് ഫസ്റ്റ് നല്ല മഴയല്ലേ, അപ്പൊ കുറച്ചുകൂടി നേരം സമയമാവണുള്ളൂ, കുറച്ചുകൂടി നേരം എടുക്കും. ആ അതെ, അടുത്ത കുട്ടി വന്നിട്ടുണ്ട്. 9:30. അതല്ല മഴയല്ലേന്ന്. അപ്പൊ നമുക്ക് നേരെ പോവാം. പിന്നെ നമ്മുടെ ഇവിടുത്തെ അന്ന് വീട്ടിലത്തെ പണികളൊന്നും നടക്കില്ലല്ലോ മഴ ആയതുകൊണ്ട്. നമ്മളൊന്ന് പോയി ചെയ്യാന്നൊക്കെ വിചാരിച്ച കാര്യങ്ങളൊക്കെ നടക്കും. മഴയത്ത് ഞാൻ എന്ത് ചെയ്യാൻ വെച്ചു? അറിയില്ല വെറുതെ ഒരു ദിവസം തീരാണെന്ന്. പക്ഷെ മഴയൊന്നും നമുക്ക് ഇരിക്കാൻ പറ്റില്ലല്ലോ. ഞാൻ ഇതിട്ട് പോയി എന്തെങ്കിലും ചെയ്തോളാം. നോക്കട്ടെ എന്നിട്ട് ചെയ്യാൻ പറ്റുന്നു. ഇന്നലെ നല്ല മഴയാണെങ്കിൽ ഇന്ന് അത്യാവശ്യം ഒരു തെളിഞ്ഞ ദിവസമാണ്. അങ്ങനെ പണിക്കാരൻ ചേട്ടനെ നോക്കി ഒരു ചേട്ടനെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ക്ലീനിങ് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. കാരണം നമ്മുടെ ഇവിടെ റോട്ടിൽ നല്ല രീതിയിൽ വെള്ളം കെട്ടിക്കിടക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവർക്കും നടക്കാനാണെങ്കിലും പിന്നെ മഴയല്ലേ, നമ്മൾ തന്നെ ക്ലീൻ ചെയ്തിട്ട് കഴിഞ്ഞാൽ എപ്പോഴും നല്ലതാണല്ലോ. അപ്പോൾ ഇവിടെ ക്ലീനിങ് ഇങ്ങനെ തകൃതിയായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. പിന്നെ എൻ്റെ സൗണ്ട് ഇപ്പോൾ വോയിസ് ഓവർ കൊടുക്കുന്ന സമയത്ത് എൻ്റെ മൂക്കൊക്കെ അടഞ്ഞിരിക്കുകയാണ്. അതാണ് എൻ്റെ സൗണ്ടിനൊരു ചെറിയ ചേഞ്ച് ഫീൽ ചെയ്യണത്. അങ്ങനെ അപ്പോൾ ഇവിടെ ക്ലീനിങ് ഇനി മഴ പെയ്യാണ്ടിരുന്നാൽ മതിയായിരുന്നു. ഗുഡ് മോർണിംഗ്. അപ്പോൾ ഇന്ന് വലിയ മഴയിലാണ്ട് ഇങ്ങനെ മാറി നിൽക്കണ സമയമാണ്ട്. ഇന്നലെ നല്ല മഴയായിരുന്നു. ഇന്ന് കുറച്ച് കഴിയുമ്പോഴേക്ക് മഴ പെയ്യാൻ ചാൻസ് ഉണ്ട്. പെയ്യാണ്ടിരുന്നാൽ മതിയായിരുന്നു, കുറേ പണികളുണ്ട്. അപ്പോൾ അവിടെ നമ്മളിവിടെ ക്ലീനിങ് ആരംഭിച്ചു. റോട്ടിലൊക്കെ നിറച്ചും പുല്ലാണ്. അപ്പോൾ നമുക്ക് വെള്ളമാണെങ്കിൽ പോകണില്ല. അങ്ങനെ അപ്പോൾ അവിടെ ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുക. രാവിലെ തുടങ്ങിയുള്ള കുറച്ച് പാത്രങ്ങൾ ഞാൻ ഇഡ്ഡലി ഉണ്ടാക്കിയതും ബാക്കി പാത്രങ്ങളൊക്കെ ഉണ്ടാക്കും. ഒന്ന് കഴുകി ആദ്യം വൃത്തിയാക്കട്ടെ, എന്നിട്ട് സ്റ്റീവിനെ വിടാനുള്ള പരിപാടികൾ ചെയ്യാൻ പോവാണ്. ഇത് ഞാൻ കാപ്പി വയ്ക്കുന്നതാണ് കേട്ടോ. പണിക്ക് വന്ന ചേട്ടന് കാപ്പി കൊടുത്തിട്ടില്ല. അപ്പോൾ ഫസ്റ്റ് കാപ്പി കൊടുക്കണം. പിന്നെ ഇഡ്ഡലി ഇച്ചിരിയും കൂടി ഇഡ്ഡലി ഉണ്ട്. അപ്പം അമ്മയ്ക്കും കൂടി ഉള്ള ഇഡ്ഡലി ഉള്ളൂ. പിന്നെ അമ്മയ്ക്കുള്ള ഇഡ്ഡലിയും ചമ്മന്തിയൊക്കെ കൊടുക്കണം. അപ്പം അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യട്ടെ കേട്ടോ. അപ്പം ഞങ്ങൾ സ്കൂളിൽ പോകാൻ പോവാണ്. സ്പൈഡർമാൻ പോ. സ്പൈഡർമാന് താങ്ങാൻ പറ്റുള്ളേ തോണേ. അയ്യോ വീഴല്ലേ. ഊര് സ്പൈഡർമാനെ. ആ വലുത് ഊര്. ആ നമുക്ക് അവിടെ ചെല്ലുമ്പോ ഇടാട്ടാ. ഇന്നത്തെ ഇവിടുത്തെ പണി കഴിഞ്ഞു. ഞങ്ങളുടെ റോഡ് സുന്ദരമായി. ആഹാ എന്തൊരു ഭംഗി. ഓ ഭായ് നാസ്തക്കായക. ഇനി ഉള്ളിലാണ് നമ്മുടെ പരിപാടി. ഇവിടുത്തെ ചവറടിക്കണം, അവിടുത്തെ ചവറടിക്കണം. അതുകൂടി കഴിഞ്ഞാൽ നേരെ നമ്മുടെ വീട്ടിലേക്ക് പോകണം. പിന്നെ അവിടെയാണ് പരിപാടി. ഇന്ന് മഴ നമുക്ക് വേണ്ടി ഇങ്ങനെ മാറി നിർത്തിയേക്കാണ് ആകാശത്ത്. കൂടുതൽ പറയണ്ട, എപ്പോഴെങ്കിലും പെയ്യാം. ആണോ? ഇവിടെന്തായാലും ഇത്ര നേരം മഴ നമ്മളെ അനുഗ്രഹിച്ചു. അപ്പം അങ്ങനെ വൈകുന്നേരമായിട്ടാണ് ഇന്നത്തെ പണികളൊക്കെ. അവിടെ നമ്മുടെ വീട്ടിൽ പോയി അവിടെ കുറച്ച് പണികളുണ്ടായിരുന്നു, ക്ലീനിങ്ങൊക്കെ ഉണ്ടായിരുന്നു, കുറച്ചൊക്കെ തീർന്നു. ഇന്ന് മഴ പെയ്യാണ്ട് നിന്നൊരു ദിവസമാണ്. ശരിക്കും പറഞ്ഞാൽ ദൈവം ശരിക്കും ഹെൽപ്പ് ചെയ്തു. എന്തായാലും അവിടെയൊക്കെ പോയടുത്ത് പരിപാടി കഴിഞ്ഞ് നമ്മളിങ്ങനെ വന്നപ്പോൾ അനിലേട്ടനും എനിക്കും ഒരു ആഗ്രഹം, ഒരു ഗിനിക്കോഴിനെ നല്ല ഫ്രൈ ചെയ്ത് തിന്നു. അപ്പം തന്നെ അവിടെ ഒരു കൊത്തുകാരനുണ്ടായിരുന്നു, മറ്റേ കോഴികളൊക്കെ. വേവൂന്നോ?
നമ്മള് കുക്കറിൽ അടിച്ചിട്ടാണ് മുമ്പ് ഗിനിക്കോഴി നമ്മള് കഴിച്ചായിരുന്നേ. അതൊക്കെ വേവും. അപ്പൊ അങ്ങനെ ഒരുത്തന്നെ ഞങ്ങൾ പിടിച്ചോണ്ട് അപ്പം തന്നെ ക്ലീൻ ആക്കി കൊടുന്നത് നല്ല മുളക് പൊടിയൊക്കെ ഇട്ട് മസാല ഒക്കെ ഇട്ട് ഇങ്ങനെ വെച്ചേക്കാണ് ഫ്രൈ ചെയ്യാനായിട്ട്. ഇച്ചിരി കുരുമുളക് പൊടി ഇടും, ഇച്ചിരി ഇടറി ഇച്ചിരി ഇങ്ങനെ മിക്സിയിലിട്ട് അടിച്ചിട്ട്. അപ്പൊ ഇതാണ് നമ്മുടെ ഗിനിക്കോയുടെ ഇറച്ചി കേട്ടാ. ഇഷ്ടല്ലേ മേഡം അങ്ങനെ തൊട്ട് നോക്കാൻ? നീ തൊട്ട് പോയിക്കോ. ഓക്കെ, അപ്പോൾ നമ്മൾ ഗിനിക്കോഴിനെ റെഡിയാക്കാൻ പോണ്. ചിക്കൻ കറി ഉച്ചയ്ക്ക് വീട് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഇത് നമ്മുടെ ചിക്കൻ കറി. അപ്പോൾ എന്തായാലും പിന്നെ ഞങ്ങളിതൊക്കെ റെഡിയാക്കിയിട്ട് കഴിച്ച് വേഗം കിടന്ന് ഉറങ്ങും. അല്ല മേഡം? എണ്ണ വേണ്ടായിരുന്നു, എനിക്ക് തിന്നണ്ടല്ലേ. എണ്ണ മുഴുവൻ ഞാൻ കഴിക്കുമ്പോൾ എനിക്ക് വെള്ളം കൂടില്ലേ? ആഗ്രഹം തോന്നിപ്പോ ഞങ്ങൾ പടച്ചിട്ടൊന്നും തല്ല അടിക്കും. പക്ഷെ ഇത്ര വെളിച്ചെണ്ണ കഴിക്കരുതായിരുന്നു. ഒരു ഗിനിക്കോഴിന്ന് പറഞ്ഞാൽ അത്യാവശ്യം ഉണ്ടല്ലേ, ഒട്ടുമില്ലാന്ന് വിചാരിച്ചേ. എന്നാലും എന്തേലൊക്കെ ഇട്, പച്ചമുളക് കീറിയിട്, ഇരിയടം അങ്ങോട്ട് ഇരിഞ്ഞ് ചങ്കട് കത്തണം. മിടുവിന് ചെറുതായി ജലദോഷം. സാരല്ലടി, ഇടയ്ക്കൊക്കെ വന്നു പോട്ടെ. എന്തായാലും മിടുവിന് ചെറുതായിട്ട് ജലദോഷം കിട്ടിയിട്ടുണ്ട്. അതിൻ്റെതായ ഒരു മൂഖത കാണാൻ പറ്റും. ടേസ്റ്റ് ഞാൻ പറഞ്ഞാൽ പോരെ? നമ്മുടെ ഗിനി ഇവിടെ കിടന്ന് ഇങ്ങനെ വെന്തുകൊണ്ടിരിക്കുകയാണ്. വേവും ആവും. സാധാരണ വീട് ഇപ്പോഴും കുക്കറിലിട്ട് വയ്ക്കാറ്. ഇപ്രാവശ്യം ആദ്യമായിട്ട് ഡയറക്റ്റ് വറക്കണത്. ഇതിന് മുമ്പ് ഇങ്ങനെ ഞങ്ങൾ വറുത്തിട്ടില്ല, കറി മാത്രമേ വെച്ചിട്ടുള്ളൂ. ഇതിൻ്റെ ടേസ്റ്റ് വ്യത്യാസമൊന്നും ഇല്ല കേട്ടോ, നമ്മുടെ കോഴിയുടെ ടേസ്റ്റൊക്കെ തന്നെയാണ്. അപ്പം നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ് ഗിനി ഫ്രൈ റെഡി ആയിട്ടുണ്ട്. വീടുകയിൽ മുളകൊക്കെ എടുത്ത് സബോള കൂടി ഇടായിരുന്നു. അടുത്ത സ്റ്റെപ്പ് ഇട്ടു. എന്താ മേത്താട്ടല്ലേ? പക്ഷെ നിറയെ എണ്ണ വിടും. ഇത്ര വെളിച്ചൊന്നും വേണ്ട. വെന്തിട്ടില്ല മോളെ. കുക്കറിട്ട് അടിക്കണ സാധനമാണ്. നാടൻ കോഴി പോലല്ലേ ഫ്രൈ ആകുമ്പോ ഹാർഡാവുള്ളൂ അതിന്റെ വീച്ച്. അപ്പൊ അധികം ഫ്രൈ ആവാത്തത് ഓക്കെയാണ്. നല്ലോണം ഫ്രൈ ആയതാണ് പ്രശ്നം. അടുത്തതിന് അത്ര ഡീപ് ഫ്രൈ ചെയ്യണ്ട. സൂപ്പർ. വീണ്ടും പച്ചമുളക് ഇടുന്നു. പച്ചമുളകും വെളുത്തുള്ളി ചതച്ചിട്ടു, കറിവേപ്പിലയും കൂടി ഇട്ടു. എന്തായാലും ഇത് കഴിഞ്ഞ് ഫുഡ് കഴിക്കട്ടെ. നിങ്ങൾക്ക് എനിക്ക് വീണ്ടും കഴിച്ചിട്ടുണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞോളൂ കേട്ടോ. കഴിച്ചിട്ടുണ്ടാവും, കഴിക്കാത്തവരുണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞോളൂ. അല്ല, കഴിച്ചിട്ടുള്ളവരൊന്ന് പറഞ്ഞോളൂ നിങ്ങളുടെ അഭിപ്രായങ്ങൾ. ഓക്കെ, സൂപ്പറാണ്. കൊള്ളാം. കോഴിയുടെ വിട്ട് വലിയ ടേസ്റ്റ് വ്യത്യാസമൊന്നുമില്ല. എന്നാലും വറുത്തപ്പോൾ വേറെ എന്തൊരു പ്രത്യേക ഫീൽ. അപ്പം അങ്ങനെ ഞങ്ങൾ എല്ലാവരും കൂടി കോഴീനെയും ഗിനീനെയും കൂടി ചോറുണ്ടാൻ പോകണ്ട. എനിക്ക് മാത്രം ചോറില്ല, ഇവർക്കൊക്കെ ചോറ്. എന്തായാലും ഒരു വെറൈറ്റി ടേസ്റ്റുമായി ഞാൻ തിന്നുകൊണ്ടിരിക്കുകയാണ്. അഞ്ജലി എങ്ങനെയുണ്ട് ഗിനി? ചേട്ടൻ തോന്നി? കോഴിയായിട്ടൊരു വ്യത്യസ്ത. എനിക്ക് വേണം വറുത്തതിൻ്റെ പ്രത്യേകത. എന്തോ ഒരു അത്യാവശ്യം എരിവുണ്ട്. എനിക്കിഷ്ടമായ. സൂപ്പറാണോ? എങ്ങനെയുണ്ട്? വലിയ സൂപ്പറൊന്നുമല്ല, ചെറുതായിട്ടൊരു വേവ് പോലെ എനിക്ക് തോന്നുന്നുണ്ട്. പക്ഷെ
മിടു പറഞ്ഞു വെച്ച് നോക്കുമ്പോൾ ശരിയാണ്ടോ, നന്നായിട്ട് മുരിഞ്ഞാണ് നമുക്ക് കടിക്കാൻ കിട്ടാത്തത്. ലൈറ്റായിട്ട് വന്നേക്കുന്നത് നല്ല രസമുണ്ട്. എന്തായാലും സൂപ്പർ. അപ്പം ഇനി ബാക്കി വിശേഷങ്ങളൊക്കെ അടുത്ത വീഡിയോ കൂടെ വരാം കേട്ടോ. ഭക്ഷണം കഴിക്കാൻ പോകും.